Lyrical Ballads, paragraph 5. The principal object then proposed in these forms was to choose incidents and situations from common life and to relate or describe them throughout as far as was possible in a selection of language really used by men. So this is the major argument or main objective that is given by Wordsworth. എന്താണ് ഇൻസിഡൻസും സിറ്റുവേഷൻസും ഒക്കെ എന്താണ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റായിട്ട് തന്നെ പറയുന്നതാണ്. എല്ലാം കോമൺ ലൈഫ് എന്ന് ചൂസ് ചെയ്യുക. അത് മാത്രമല്ല മാക്സിമം അത് ആ ലാംഗ്വേജ് സെലക്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം, ദാറ്റ് ഈസ് റിയലി യൂസ്ഡ് ബൈ മെൻ അറ്റ് ദ സെയിം ടൈം ടു ത്രോ അവർ ദം എ സെർട്ടൈൻ കളറിങ് ഓഫ് ഇമാജിനേഷൻ. അത് അർജൻറ്റുമാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ്വർത്തിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയുള്ളതായിരിക്കും എന്ന് ഓൾറെഡി ഇവർ തമ്മിലുള്ളത്, അതായത് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ഇൻ ബിറ്റ്വീൻ ദം ദർ ഹാഡ് ബീൻ എ ഡീൽ, കൈൻഡ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരാൾ നാച്ചുറലിനെ അൺനാച്ചുറലായിട്ടും ഒരാൾ അൺനാച്ചുറലിനെ നാച്ചുറലായിട്ടും പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വേർഡ്സ്വർത്ത് പറയുന്നത് വളരെ നാച്ചുറലായിട്ടുള്ളതിന് അൺനാച്ചുറലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എലിവേറ്റഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ദിസ് ഇസ് അഗെയിൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഒരു കളറിങ് ഓഫ് ഇമാജിനേഷൻ ഉദ്ദേശിക്കുന്നത്. വേർബൈ ഓർഡിനറി തിങ്സ് should be presented to the mind in an unusual aspect. In that way actually you can present he could present the ordinary things in an unusual aspect. അതാണ് സോളിറ്ററി റീപ്പറിന് ഓർമ്മിക്കുക. ഓർഡിനറി ആയിട്ടുള്ള ഒരു വുമണാണ്, അല്ലെങ്കിൽ അത്രയും പാട്ടും സാധാരണ ഒരു സോങ് ആയിരിക്കും ഷീ മൈറ്റ് ഹാവ് ബീൻ സിംഗിങ്, ബട്ട് he takes it as at a philosophical level, tries to think more about it and tries to give more meaning to it. ഇതെല്ലാം കാണുന്നത്. So and further and above all to make these incidents and situations interesting by tracing in them truly, though not ostentatiously, the primary laws of our nature, chiefly as far as regards the manner in which we associate ideas in a state of excitement. അപ്പോൾ അവിടെയാണ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പോയട്രിയുടെ തന്നെ ഡെഫിനേഷനായിട്ട് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ലോസ് ഓഫ് അവർ നേച്ചർ, LAWS, ലോസ് ഓഫ് അവർ നേച്ചർ. സോ ഹംബിൾ ആൻഡ് റസ്റ്റിക് ലൈഫാണ് ഇവർ ചൂസ് ചെയ്യുന്നത്, ആൻഡ് വാസ് ജനറലി chosen because in that condition the essential passions of the heart find a better soil in which they can attain their മെച്യൂരിറ്റി. അപ്പോൾ ഇതുകൊണ്ടാണ് എസെൻഷ്യൽ പാഷൻസ് ഒക്കെ ഈ സാധാരണ ഒരു ഹമ്പിളും റസ്റ്റിക്കും ആയിട്ടുള്ള നമ്മളെപ്പോഴും ഐഡിയലൈസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം സാധാരണ എപ്പോഴും സിറ്റി ലൈഫ് അർബൻ ലൈഫുമായിട്ട് കൺട്രി ലൈഫിനെ നമ്മളെപ്പോഴും കോൺട്രാസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോഴും പറയും ഓൾവേസ് ദർ ഇസ് എ പ്രിഫറൻസ് ഫോർ ദിസ് റൂറൽ സിമ്പിൾ ഹമ്പിൾ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പം അത് ചിലവർക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി സബ്ജക്റ്റ്. പക്ഷേ അന്ന് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ കൊണ്ട് മൊത്തത്തിൽ വല്ലാത്തൊരു ഷിഫ്റ്റ് വരുമ്പോൾ മെജോറിറ്റി ഒരു മിനിമം ആൾക്കാരെങ്കിലും ഇത് പ്രിഫർ ചെയ്യുന്നത്, അതായത് കൺട്രി ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള റൈറ്റിങ്സ് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോയംസിനൊന്നും ഇത്രയും റീഡർഷിപ്പും അപ്രീഷിയേഷനും കിട്ടില്ലായിരുന്നു. അപ്പോൾ വേർഡ്സ്വർത്തും നന്നായിട്ട് അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹി വാസ് വെൽക്കംഡ് ആസ് എ റൈറ്റർ, ഹി വാസ് far more welcomed by the reading public. So see, that is essential passions of the heart find a better soil in which they can attain their maturity, are less under restraint and speak a plainer and more emphatic language. അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് റിസ്ട്രെയിൻറ്റ് ഒന്നുമില്ല, അത് ആ ഒരു സമയം അങ്ങനെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിൾ ടൈപ്പ് ഓഫ് ഒരു എൻവയോൺമെൻറ്റിൽ അവർ പറയുന്ന ലാംഗ്വേജും അത്രയും ജെനുവിൻ ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും, എംഫാറ്റിക് ലാംഗ്വേജ് ആയിരിക്കും. എത്ര സിമ്പിളാണെന്ന് തോന്നുമ്പോഴും അത് നമ്മളെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു രീതിയിലായിരിക്കും അവരെ എക്സ്പ്രസ്ഡ് ആവുക എന്നൊക്കെയാണ് വേർഡ്സ്വർത്ത് ക്ലെയിം ചെയ്യുന്നത്. സോ ബിക്കോസ് ഇൻ ദാറ്റ് കണ്ടീഷൻ ഓഫ് ലൈഫ് അവർ എലമെൻ്ററി ഫീലിങ്സ് കോ എക്സിസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റർ സിംപ്ലിസിറ്റി. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ശരിക്കും നമ്മുടെ ഒരു എലമെൻ്ററി ഫീലിങ്സ്, അതായത് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ള എലമെൻ്ററി ഫീലിങ്സ്, എലമെൻ്ററി നേച്ചർ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ റിഫൈൻഡ് ആകുമ്പോഴാണ് വി ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ, ചേഞ്ച് അവർ വേ ഓഫ് ടോക്കിംഗ്. Sometimes we might have come across situations where we are demanded to talk in a very different manner, very professional manner, not the way we usually talk at home. We can talk everywhere. So if you are in a professional context, you have to opt for sometimes you have to opt for the jargon, sometimes you have to opt for very official and serious kind of language. But here he is talking about the rural people
who are never out of such a who are never out of that simplified manner of life. അതിൽ കൂടുതലൊന്നും അവർ എക്സ്പോഷർ വരാത്തിടത്തോളം അവർക്ക് എന്താണ് ആ ലാംഗ്വേജ് ഒക്കെ മതി. ആ ലാംഗ്വേജ് ജെനുവിനാണ്, പ്ലെയിനറാണ് ആൻഡ് മോർ എംഫാറ്റിക് ആണെന്നാണ് വേർഡ്സ്വർത്ത് ക്ലെയിം ചെയ്യുന്നത്. And consequently may more accurately contemplated and more forcibly communicated. അത് മാത്രമല്ല അവരെന്താണ്, they are not more tense, they are not worried about future, past, the consequences. ഇതൊന്നും കൂടുതൽ വറീഡ് ആവാത്ത ഒരു സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ. അപ്പോൾ അവരത് പറയുമ്പോഴത് ഇറ്റ് മേ ബി പോസിബിളി കമ്മ്യൂണിക്കേറ്റഡ്, ഒരു അക്യുറേറ്റ്ലി കണ്ടംപ്ലേറ്റഡ് ആയിരിക്കും. അക്യുറേറ്റ്ലി കണ്ടംപ്ലേറ്റഡ് എന്ന് പറയുന്നിടത്ത് ഓവർ തിങ്കിങ് ഇല്ല. they are not worried about the progress, science, technology and other അതൊന്നും ഇല്ലാത്ത വളരെ ഇന്നസെൻറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള അല്ല റൊമാൻറ്റിസൈസ്ഡ് വേർഷൻസ് ആണ്. അതിലൊക്കെ വേറെ സൈഡ്സ് ഉണ്ട്. പക്ഷേ വാട്ട് ഹി ഹാസ് ടു ടോക്ക് വി ഹാവ് ടു സീ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഹിസ് പ്രിഫേസ്. ബിക്കോസ് ദ മാനേഴ്സ് ഓഫ് റൂറൽ ലൈഫ് ജെർമിനേറ്റ് ഫ്രം ദോസ് എലമെൻ്ററി ഫീലിംഗ്സ് and from the necessary character of rural occupations are more easily comprehended and are more ഡ്യൂറബിൾ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള അത് ജെർമിനേറ്റ് ചെയ്യുന്നത് തന്നെ, ആ മാനേഴ്സൊക്കെ ജെർമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു വരുന്നത് തന്നെ എലമെൻ്ററി ഫീലിങ്സ് എന്നാണ്. അവരത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയോ ഫിലോസഫൈസ് ചെയ്യുകയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഒരു റൂറൽ ഒക്യുപ്പേഷൻസും അങ്ങനെയൊക്കെ കൊണ്ട് ലൈവ്ലിഹുഡിൽ മുന്നോട്ട് പോകുന്നവർ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും അവർ എക്സ്പ്രസ് ചെയ്യുന്ന ലാംഗ്വേജും ഒക്കെ മോർ ഈസിലി കോംപ്രിഹെൻഡഡ്. ഇറ്റ് ക്യാൻ ബി കോംപ്രിഹെൻഡഡ് വെരി ഈസിലി ആൻഡ് ആർ മോർ ഡ്യൂറബിൾ. അങ്ങനെയുള്ളതിന് നിലനിൽപ്പും കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുമല്ലോ സാധാരണ നാട്ടും പുറത്തുള്ള സ്നേഹവും. നമ്മൾ സംടൈംസ് വി ടോക്ക് അബൌട്ട് ദ ഫ്ലാറ്റ് ലൈഫ് ആൻഡ് ഓൾ. See, people never go to have better communication. There is no sharing of food or fest or anything. Nothing is feast or nothing is there. അപ്പോൾ അതുകൊണ്ടാണല്ലോ എപ്പോഴും സംടൈംസ് അറ്റ്ലീസ്റ്റ് ഇൻ എ ഇയർ പീപ്പിൾ പ്രിഫർ ദ ഗാതറിങ്, ഫാമിലി ഗാതറിങ് ആൻഡ് ഓൾസോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മോർ ഡ്യൂറബിൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളിലേക്ക് പോകാൻ പറ്റണം. ആൻഡ് ലാസ്റ്റ്ലി ബിക്കോസ് ഇൻ ദാറ്റ് കണ്ടീഷൻ ദ പാഷൻസ് ഓഫ് മെൻ ആർ incorporated with the beautiful and permanent form of nature. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അവർ കാര്യങ്ങൾ പറയുമ്പോഴാണ് നേച്ചറുമായിട്ട് ഏറ്റവും കൂടുതൽ അവർ ചേർന്ന് നിൽക്കുന്നതും ഏറ്റവും നന്നായിട്ട് അവരത് എക്സ്പ്രസ് ചെയ്യുന്നതും എന്നാണ് പറയുന്നത്. The language too of these men has been adopted, purified indeed from what appear to be its real defects. Well, the language too of these men has been adopted. അത് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യുന്നു, ബട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ടോ ആൻഡ് ബട്ട് അപ്പിയേഴ്സ് ഇറ്റ് ടു ബി റിയൽ ഡിഫെക്ട്സ് ഫ്രം ഓൾ ലാസ്റ്റിംഗ് ആൻഡ് റാഷ് പ്യൂരിഫൈഡ് ഇൻഡീഡ് ഫ്രം വാട്ട് അപ്പിയർ ടു ബി ഇറ്റ്സ് റിയൽ ഡിഫെക്ട്സ് ഫ്രം ഓൾ ലാസ്റ്റിംഗ് ആൻഡ് റാഷണൽ കോസസ് ഓഫ് ഡിസ്ലൈക്ക് ഓർ ഡിസ്ഗസ്റ്റ്. അത് അഡോപ്റ്റ് ചെയ്യുകയും എന്നാൽ അതിൽ എന്തൊക്കെയാണോ തീരെയും ഓക്വേർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ സംടൈംസ് വി ക്യാൻ റിമൂവ് ഓൾസോ. അത് എല്ലാവർക്കും ഡിസ്ലൈക്ക് കോസ് ചെയ്യുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ബിക്കോസ് സച്ച് മെൻ hourly communicate with the best objects from which the best part of language is originally derived. അവരതൊരിക്കലും കളർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അവരൊരു കളറിങ്ങും നടത്തില്ല. അപ്പോൾ അതിലേറ്റവും നല്ല പാർട്ട് എടുത്തിട്ടൊരു ലിറ്റററി ക്രിയേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തതിന് ശേഷം ചില കാര്യങ്ങൾ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഐ ക്യാൻ റിമൂവ് ഓൾസോ. അതാണ് സോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. And because from their rank in society and the sameness and narrow circle of their intercourse being less under the influence of social vanity, അവരുടെ സർക്കിൾ എന്താണ്, വളരെ നെയറോ ആണ്, സിംപ്ലിഫൈഡ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ റാങ്കിങ്ങോ സോഷ്യൽ വാനിറ്റി നത്തിങ് ദേ ആർ വറീഡ് അബൌട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നമ്മളൊരു ഡയലക്റ്റ് വെൻ ഡു വി ട്രൈ ടു മേക്ക് ഇറ്റ് മോർ എലിവേറ്റഡ് ഓർ ട്രൈ ടു ഹൈഡ് ഇറ്റ് അറ്റ്ലീസ്റ്റ്. സംടൈംസ് നമ്മൾ പറയും ചില ഡയലക്ട്സിന് മറ്റുള്ള ആൾക്കാർക്ക് അത് തമാശയായിട്ട് എടുക്കുമ്പം ഒരു വലിയ ഒരു കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മളത് സംടൈംസ് വി ട്രൈ ടു ഹൈഡ് അവർ ഡയലക്ട് റിയൽ
റിയൽ സൈഡ് ഓഫ് ദി ലാംഗ്വേജ്. അത് എക്സ്പ്രസ് ചെയ്യാതെ മാക്സിമം നോക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അച്ചടി ഭാഷയിലേക്ക് മാറാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വളരെ ഫ്രം ദ ഡെപ്ത് ഓഫ് ദെയർ ഹാർട്ട് ദെയർ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവരെന്ത് പറയുമ്പോൾ അങ്ങനെ വരുന്നു എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. And they convey their feelings and notions in a simple and unelaborated expressions. അവിടെ സിമ്പിളായിരിക്കും, അൺഇലാബറേറ്റഡ് ആയിരിക്കും എക്സ്പ്രഷൻസും. Accordingly, such a language arising out of repeated experience and regular feelings is a more permanent and far more philosophical language. അവരുടേത് റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. എവറി ഡേ ദേ ഗോ ഫോർ ദ സെയിം വർക്ക്, എവറി ഡേ ദേ live the same life. They do not have much difference. See, sometimes we can talk about people, business people. One day they may be having a business tour to one part of the country. Some other days they will be abroad. ഇങ്ങനെയുള്ള ഒന്നും ഇവർക്കില്ല. എല്ലാ ദിവസവും കാണുന്ന ചുറ്റുപാടുകളും ആൾക്കാരും ആ ലൈഫും മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അതൊരു റിപ്പീറ്റഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഇറ്റ്സ് എ മോർ ഓഫ് എ പെർമനൻറ്റ് കൈൻഡ്. ഇറ്റ് ഇസ് എ മോർ പെർമനൻറ്റ് ആൻഡ് എ ഫാർ മോർ ഫിലോസോഫിക്കൽ ലാംഗ്വേജ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ആഴത്തിലിറങ്ങിയ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യം, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള, ഫിലോസഫിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഡീപ്പ് തോട്ട്സിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആവണമെങ്കിൽ ദേ ഷുഡ് ബി ഓഫ് എ മോർ പെർമനൻറ്റ് കൈൻഡ് ആൻഡ് ഫാർ മോർ ഫിലോസോഫിക്കൽ ലാംഗ്വേജ് ദാൻ that which is frequently substituted for it by poets who think that they are conferring honor upon themselves and their art. എന്നാൽ അത് മറ്റ് പോയറ്റ്സ് അത് തിരിച്ചറിയാതെ എന്ത് ചെയ്യുവാണ്, പലപ്പോഴും അതിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാതെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ മേന്മ അറിയാത്തത് കൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്നാണ്. who think that they are conferring honor upon themselves and their art. ഇവർ വിചാരിക്കുന്നത് they are doing something great, they are doing a great job. But in proportion as they separate themselves from the sympathies of men and indulge in arbitrary and capricious habits of expression in order to furnish food for fickle tastes and fickle appetites and of their own creation. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇങ്ങനെ ഒരു സിമ്പതി അവർക്ക് ആവശ്യമില്ല. ദീസ് ഇന്നസെൻറ്റ് പീപ്പിൾ, their expression, their thinking, those things do not need much of a sympathy on the part of these elevated artists. അവർക്ക് അതിനേക്കാളും നല്ല രീതിയിൽ അവരെങ്ങനെയാണോ ആ രീതിയിൽ എക്സ്പ്രസ്ഡ് ആകുമ്പോഴാണ് ശരിക്കും അവതരിപ്പിക്കപ്പെടുക. in order to furnish food for fickle tastes. അത് ശരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ അൺലൈക്ലി, ഇപ്പോൾ നമ്മൾ ആവശ്യത്തിലധികം പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ ആ ഫുഡ് കഴിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായി മാറും, അല്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അതുപോലെയാണ് ഒരു തരത്തിലൊരു ഫിക്കിൾ അപ്പറ്റൈറ്റ്സിൽ ആ തരത്തിലുള്ള അപ്പറ്റൈറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ലാംഗ്വേജിന് ഇവരുടെ ആ ഒരു റിയൽ നേച്ചറിനെ സ്പോയിൽ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു തരത്തിലുള്ള ഒരു ക്രിയേഷൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മറ്റ് പല പോയറ്റ്സും, അതായത് എസ്പെഷ്യലി ഹീസ് ടോക്കിംഗ് അഗെയിൻസ്റ്റ് ദി നിയോ ക്ലാസിക്കൽ വേർഷൻസ്. അത് ആ ടൈമിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊമാൻറ്റിസത്തിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എക്സിസ്റ്റിംഗ് നിയോ ക്ലാസിക്കൽ റിജിഡിറ്റിയാണ്. അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ അവരുടെ കൺസീപ്റ്റ്സും കാര്യങ്ങളൊന്നും ഇവർക്കൊരിക്കലും ദഹിക്കാത്തതാണ്. എന്തിനാണ് നമ്മൾ സാധാരണ സിമ്പിൾ ലൈഫ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത, ആൾക്കാരുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എഴുതുന്നു എന്നുള്ളതാണ് ഇവരുടെ ഭാഗം. അത് ഓരോരോ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ മാത്രം എൻജോയ് ചെയ്യുന്നവരുണ്ടാവും, നിയോ ക്ലാസിസം തന്നെ വേണമെന്ന് പറയുന്നുണ്ടവരും. പക്ഷേ വേർഡ്സ്വർത്തിന് പറയാനുള്ളത് താൻ എഴുതാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാനടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ എഴുതാൻ പോകുന്ന പോയംസ് അതെന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സിംപ്ലിഫൈഡ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറ്റങ്ങൾ വരാം. അവിടെ അതിനുള്ള ഓൾറെഡി ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് 5 ഓഫ് ദി ചാപ്റ്റർ. Preface. Lyrical Ballads, paragraph number 6. Explanation. I cannot, however, be insensible to the present outcry against the triviality and meanness both of thought and language, which some of my contemporaries have occasionally introduced into their metrical compositions. So, this is about insensible to the present, so his being insensible to the present outcry against the triviality and meanness. So ഇത് പറയുന്ന ലാംഗ്വേജിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതായത് നോട്ട് ജസ്റ്റ് ഇൻ സബ്ജക്റ്റ് മാറ്റർ. അതിനെതിരെ വരുന്ന ഈ ഒരു കണ്ടംപററീസിൻ്റെ ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും എല്ലാം
എന്താണ്, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു തരത്തിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതും കൂടിയാണ്. ആൻഡ് ഐ അക്നോളജ് ദാറ്റ് ദിസ് ഡിഫെക്റ്റ് where it exists is more dishonorable to the writer's own character than false refinement or arbitrary innovation, though I should contend at the same time that it is far less pernicious in the sum of its consequences. സോ അവർ പറയുന്നത്, അതായത് വേർഡ്സ്വർത്ത് പറയുന്നത് എന്താണ്, സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻസും അല്ലെങ്കിൽ ത്രോയിങ് സ്റ്റോൺസൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഈ റൈറ്റേഴ്സിൻ്റെ തന്നെ ഡിഫക്റ്റ്, അവരുടെ ക്യാരക്ടർ ഡിഫോൾട്ടായിട്ടാണ്. അതായത് ഇറ്റ്സ് ആർബിട്രറി ഇന്നോവേഷനേക്കാളും മോശമായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, അവരെ എന്ത് ചെയ്യുവാണ്, ടു ബി മോർ സ്ട്രിക്റ്റ് ഓർ മോർ complicated, they try to make themselves or feel others റിഫൈൻമെൻറ്റ് ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ലാംഗ്വേജ് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. അതിനേക്കാളൊക്കെ മോശമായിട്ടാണ് ഈ കാര്യം തോന്നുന്നതെന്നാണ്. From such verses, the poem in these volumes will be found distinguished at least by one mark of difference, that each of them has a worthy purpose. അവിടെയാണ് ഇങ്ങനെയുള്ള ഓരോ ക്ലാസ് ഓഫ് പോയിട്രി ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. ബട്ട് ദിസ് വോളിയം ദറ്റ് ഐ എം ഗോയിങ് ടു പ്രസൻറ്റ് ബിഫോർ യു, that will contain the poems with a kind of difference in purpose and worthy purpose. അതാണ് ഞാൻ തന്നെ ക്ലെയിം ചെയ്യുകയാണ്. Not that I always began to write with a distinct purpose formerly conceived, but habits of meditation have, I trust, so prompted and regulated my feelings that my descriptions of such objects as strongly excite those feelings will be found to carry along with them a purpose. ഇപ്പോൾ ഓരോന്നിൻ്റെ ആ ഒരു സ്ട്രോങ് എക്സൈറ്റിംഗ് ഫീലിങ്സ് ഇതൊക്കെ എന്തായാലും ഒരു തരം പേർപ്പസ് അതിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ഇഫ് ദിസ് ഒപ്പീനിയൻ ബി എറോണിയസ്, ഐ ക്യാൻ ഹാവ് ലിറ്റിൽ റൈറ്റ് ടു ദ നെയിം ഓഫ് എ പോയറ്റ്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എററാണെങ്കിൽ എനിക്ക് പോയറ്റ് എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ കൂട്ടാമെന്നാണ്. സോ ഫോർ ഓൾ ഗുഡ് പോയട്രി, ഇനിയാണ് ഏറ്റവും മെയിൻ ഡെഫിനിഷൻ ഓൺ ദ പാർട്ട് ഓഫ് വേർഡ്സ്വർത്ത്, വെരി ഫേമസ് ഡെഫിനിഷൻ ഓൺ ദ പാർട്ട് ഓഫ് വേർഡ്സ്വർത്ത് ഫോർ poetry comes, that is, poetry, for all good poetry is the spontaneous overflow of powerful feelings, and though this be true, poems to which any value can be attached were never produced on any variety of subjects, but by a man who, being possessed of more than usual organic sensibility, has also thought long and deeply. സോ സ്പോണ്ടേനിയസ്ലി ഓവർഫ്ലോയിങ് ഫീലിങ്സ്, അതിൽ പവർഫുൾ ഫീലിങ്സ്, അതിനെയാണ് പോയട്രി, അത് റീകളക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് പോയട്രി എന്ന് വിളിക്കേണ്ടത് അല്ലേ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കോമ്പോണൻറ്റ് എന്താണ് പറയുന്നത്. So variety of subjects. See, poems to which any value can be attached were never produced on any variety of subjects, but by a man. അത് ഒരു ഓർഗാനിക് സെൻസിബിലിറ്റി, കുറേ വെറൈറ്റി സബ്ജക്ട്സ്, പക്ഷേ മേലല്ല ഇതിൻ്റെ ക്വാളിറ്റി ഇരിക്കുക. പക്ഷേ അവർക്കൊരു ഓർഗാനിക് സെൻസിബിലിറ്റിയും ഉണ്ട്. അന്ന് ആ പറയുന്ന ഇമോഷൻസിലെ ഫീലിങ്സ് ഇതൊക്കെ റീകളക്ട് ചെയ്തിട്ട് വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ളൊരു. സോ ഫോർ അവർ കണ്ടിന്യൂഡ് ഇൻഫ്ലക്സസ് ഓഫ് ഫീലിങ്സ് ആർ മോഡിഫൈഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അവർ തോട്ട്സ് വിച്ച് ആർ ഇൻഡീഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ അവർ പാസ്റ്റ് ഫീലിങ്സ്. And as by contemplating the relation of these general representatives to each other we discover what is really important to men, so by the repetition and continuance of this act our feelings will be connected with important subjects till at length, if we originally possess of much sensibility. ഈ ഒരു സെൻസിബിലിറ്റി അത് നമ്മളിങ്ങനെ റീകളക്ട്, അതില്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷൻസ് ഫീലിങ്സ് അതിനെ നന്നായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരെയും നമ്മുടെ ഉള്ളിൽ അവിടെ ഇരിക്കുക. എന്നിട്ട് അത് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് ലേറ്റർ വരുന്നുണ്ട്. അത് പറഞ്ഞില്ല ഈ പറയുന്ന ഭാഗത്തല്ലെങ്കിലും ഇതാണ് അവരുടെ ഐഡിയ പറയുന്നത്. Such habits of mind will be produced that by obeying blindly and mechanically the impulses of those habits, we shall describe objects and utter sentiments of such a nature and in such connection with each other that the understanding of the reader must necessarily be in some degree enlightened and his affections strengthened and purified.
ഒരു എൻലൈറ്റൻമെൻറ്റ് റീഡറിന് കൊടുക്കാൻ ഇത്തരം റൈറ്റേഴ്സിന് പറ്റുമെന്നും അതുമാത്രമല്ല ഒരു തരത്തിലില്ലെങ്കിൽ വേറൊരു തരത്തിൽ അവർ പ്യൂരിഫൈഡ് ആവുമെന്നാണ് പറയുന്നത്. നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ആ ഒരു ലോങ് ആൻഡ് ഡീപ്പ് മോഡിഫൈഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അവർ തോട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ തന്നെ ഫീലിങ്സ് അത് പിന്നീട് തോട്ട്സിലൂടെ അത് മോഡിഫൈഡ് ആവുകയും അത് മാത്രമല്ല വിച്ച് ആർ ഇൻഡീഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അവർ പാസ്റ്റ് ഫീലിങ്സ്. അപ്പം അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജനറൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ടു ഈച്ച് അതർ കണ്ടംപ്ലേറ്റിംഗ് ദ റിലേഷൻ ഓഫ് ദീസ് ജനറൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അതിലൂടെ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു റിപ്പിറ്റേഷൻ നമ്മളെ എവിടെയാണ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടിൽ അറ്റ് ലെങ്ത് ഇഫ് വി ഒറിജിനലി പോസസ്ഡ് ഓഫ് മച്ച് സെൻസിബിലിറ്റി, ആ ഒരു ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് എന്തായി മാറും, അതൊരു നല്ല രീതിയിലൊരു ക്രിയേഷനിലേക്ക് ലീഡ് ചെയ്യും. obeying blindly and mechanically the impulses of those habits we shall describe objects and utter sentiments of such nature. അപ്പം അങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു റീഡേഴ്സിനെ പോലും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു എൻലൈറ്റ്മെൻറ്റ് ഫീലിങ്ങിലേക്ക് ലീഡ് ചെയ്ത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് അത് എന്നാണ് പറയുന്നത്. സോ പാരഗ്രാഫ് 7 talks about ഈച്ച് ഓഫ് ദിസ് പോംസ് ഹാസ് എ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദിസ് പോംസ് ഫ്രം ദ പോയട്രി ഓഫ് ദി ഡേ, ഫീലിങ്സ് ദർ ഇൻ ഡെവലപ്ഡ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ആക്ഷൻ ആൻഡ് സിറ്റുവേഷൻ. അപ്പോൾ അന്നത്തെ പോയട്രി ഓഫ് ദ ഡേ എന്ന് പറയുമ്പം ഈ പറയുന്ന കോൺസെപ്റ്റിൽ ഒതുങ്ങാത്ത ടൈപ്പ് പോയംസ്. അപ്പോൾ അതിന് വേർഡ്സ്വർത്ത് പറയുന്നത് എന്താണ്, ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഇതിനുണ്ടെന്നും പിന്നെ ഫീലിങ്സ് ദർ ഇൻ ഡെവലപ്ഡ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദി ആക്ഷൻ ആൻഡ് സിറ്റുവേഷൻ. അപ്പോൾ ഈ ഫീലിങ്സ് എന്ത് ചെയ്യുന്നു, ആ ആക്ഷനും സിറ്റുവേഷനും ഒരു തരത്തിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാരഗ്രാഫ് 7 പറയുന്നത്.